നമസ്കാരം. സംശയങ്ങൾ മനുഷ്യജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ്. പല സംശയങ്ങളുമാണ് മനുഷ്യൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ളത്. പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളെക്കുറിച്ചും മനുഷ്യനുണ്ടായ സംശയമാണ് അവയുടെയൊക്കെ മൂലകാരണം തേടിയുള്ള യാത്രയ്ക്ക് തുടക്കമിട്ടത്. നമുക്കറിയാം, സർ ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീഴുന്നതിന് മുമ്പും ഭൂഗുരുത്വ ബലം അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം ഉണ്ടായിരുന്നു. എന്നാൽ ന്യൂട്ടനിൽ മാത്രമായിരുന്നു ആപ്പിൾ എന്തുകൊണ്ട് താഴേക്ക് തന്നെ വീണു എന്ന ചിന്ത ഉടലെടുത്തത്, ആ ഒരു സംശയം രൂപപ്പെട്ടത്. അത് പിന്നീട് വലിയൊരു ചരിത്രത്തിന് തുടക്കമായി. ഇങ്ങനെ സംശയങ്ങളും നിരീക്ഷണങ്ങളും പഠനങ്ങളും ഭൂമിയെയും കടന്ന് ഭൂമിയുടെ അപ്പുറവും കടന്ന് ഒത്തിരി ദൂരേക്ക് പോകാൻ മനുഷ്യനെ സഹായിച്ചു. ഭൂമിക്കപ്പുറമുള്ള ഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ഒരുപാട് ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ചും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മനുഷ്യൻ പഠിച്ചു. ഭൂമിക്ക് ഭീഷണിയല്ലാത്ത ഗണത്തിൽപ്പെടുന്ന 2024 KN1 എന്ന ചിഹ്നഗ്രഹം ഭൂമിക്ക് അരികിലൂടെ കടന്നുപോയി. ഇന്ത്യൻ സമയം അർദ്ധരാത്രിയിലാണ് വളരെ സുരക്ഷിതമായി തന്നെ ഈ 2024 KN1 നമ്മെ കടന്നുപോയത്. നാസ തുടങ്ങി മറ്റ് ബഹിരാകാശ ഏജൻസികളിലേക്ക് റിപ്പോർട്ട് പ്രകാരം 14 വർഷത്തിനിടയിൽ ഭൂമിയിൽ ഒരു ചിഹ്നഗ്രഹം ഇടിക്കാനുള്ള സാധ്യത 72% ഉണ്ടെന്നാണ് പറയുന്നത്. സൂക്ഷ്മമായി പറഞ്ഞാൽ 2038 ജൂലൈ 12 ഭൂമിയിൽ ഒരു ചിഹ്നഗ്രഹം കൂട്ടിയിടിക്കാനുള്ള സാധ്യത 72% ആണെന്നാണ്. എന്നാൽ ഇത് പ്രാഥമിക പഠനമാണ് എന്നും അതുകൊണ്ട് തന്നെ ഏറെ പരിമിതികളുണ്ട് എന്നും നാസ അഭിപ്രായപ്പെടുന്നു. ഇങ്ങനെ മനുഷ്യൻ അവൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തി ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ഭൂമിയുടെ അടുത്ത് നിൽക്കുന്ന ചന്ദ്രനും ചൊവ്വയുമാണ് മനുഷ്യന് ഏറെ കൗതുകം നിറഞ്ഞവ. അവിടെ തന്നെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഒരു കോളനി തന്നെ സ്ഥാപിച്ചു കളയാമെന്നൊരു ഉദ്ദേശം കൂടി മനുഷ്യനില്ലാതില്ല. ചന്ദ്രനിൽ സ്ഥലം വാങ്ങിയിട്ടുള്ള പലരും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. ചൊവ്വയെ പറ്റിയുള്ള പഠനങ്ങളും ഒട്ടും പിന്നിലല്ല. ഈ ഗ്രഹത്തെ ചുറ്റിപ്പറ്റി പല വിശ്വാസങ്ങളുമുള്ള നാടാണ് നമ്മുടേത്. നമുക്കറിയാം, ചൊവ്വ അഥവാ മാർസ് എന്ന ഗ്രഹത്തെപ്പറ്റി പഠിക്കുന്ന നാസയുടെ പര്യവേഷണ പേടകമാണ് പെർസവറൻസ്. 2020 ജൂലൈ 30 നാസ വിക്ഷേപിച്ച ഈ പേടകം ചൊവ്വയിലെത്തിയത് 2021 ഫെബ്രുവരി മാസത്തിലാണ്. ഏകദേശം 7 മാസം കൊണ്ട് 48 കോടിയോളം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് പെർസവറൻസ് ചൊവ്വയിലെത്തിയത്. തുടക്കത്തിൽ ചൊവ്വയിലെ കല്ലും മണ്ണും സാമ്പിളുകൾ ശേഖരിച്ച് അവയെക്കുറിച്ചുള്ള പഠനമായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അവിടുത്തെ വായുവും ശേഖരിച്ചിട്ടുണ്ട് എന്നാണ്. ഭാവിയിൽ ചൊവ്വയിൽ നടക്കാനിരിക്കുന്ന സാമ്പിൾ റിട്ടേൺ ദൗത്യത്തിൽ ഈ സാമ്പിളുകൾ ഭൂമിയിലേക്ക് എത്തും. ജീവന്റെ കണിക തേടിയുള്ള ഈ ഉദ്യമം വിജയം കണ്ടാൽ പല നേട്ടങ്ങളും കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൊവ്വയിലെ ജസീറോ ഗർത്തത്തിലാണ് പെർസവറൻസ് ഉള്ളത്. ജീവന്റെ കണിക തേടിയുള്ള യാത്രയിൽ 24ഓളം സാമ്പിളുകളാണ് പെർസവറൻസ് ശേഖരിച്ചിരിക്കുന്നത്. ഭാവിയിൽ ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും വ്യക്തമായ കണ്ടെത്തലുകൾ ഉണ്ടായേക്കാമെന്നാണ് കരുതുന്നത്.